പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 23 വ്യാഴാഴ്ച. എല്ലാവർക്കും സുപ്രഭാതം, സ്നേഹവന്ദനം. നമുക്ക് കർത്താവിൻ്റെ കൂടെ യാത്രയാകാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് ഞങ്ങൾ. കർത്താവേ, നിന്റെ തിരിച്ചുവരയുടെ വിലയാണ് ഞങ്ങൾ. കർത്താവേ, നീ നിന്റെ തിരിച്ചുവര കൊടുത്ത് വാങ്ങിയ അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായിരുന്ന മക്കളോട് അങ്ങ് കരുണ തോന്നണം. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ അക്രൈസ്തവരുണ്ട്. അവരെ നീ ഈ പ്രാർത്ഥന കൊണ്ട് സന്ധിക്കണം. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആ പാവപ്പെട്ട മക്കളെ അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ അവരിന്ന് അനുഭവിക്കാൻ അവരെന്തിനു വേണ്ടി കണ്ണീരിടുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണോ, ഏത് വ്യക്തികളെക്കുറിച്ചാണോ, ഏത് വസ്തുവിനെക്കുറിച്ചാണോ അവരിന്ന് വേവലാതി കൊള്ളണത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തി നിങ്ങളുടെയൊക്കെ ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ കുഞ്ഞു നൊമ്പരങ്ങളെപ്പോലും കർത്താവ് നീ ഏറ്റെടുത്തായിട്ട് അവർക്ക് ബോധ്യം തരണം. കർത്താവ്, അതിനുള്ള അടയാളങ്ങൾ കാണിക്കണം പ്രാർത്ഥിക്കുന്നത്. സുവിശേഷത്തിലാകമാനം അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ കാൽപാദങ്ങളും ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും നടക്കുന്ന കാൽപാദങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് മുന്നേറുന്ന ദൈവത്തിൻ്റെ കരുണാകടാക്ഷം ഓരോ അടയാളമായി നിങ്ങൾക്ക് ഇന്ന് ദൃശ്യവൽക്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കളും പറയും, കർത്താവെ ഒരു അടയാളം കാണിക്കണമേ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയണേന് ഒരു അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ
ഒരു പിശുക്കുമില്ലാതെ നീ നിർലോഭമായിട്ട് അവരുടെ വാക്കുകളെയും പ്രാർത്ഥനയും ആദരിച്ചുകൊണ്ട് നീ അന്ന് തന്നെ അപ്പം തന്നെ അടയാളം കാണിക്കുന്നുണ്ട് കർത്താവേ. അങ്ങയുടെ മക്കളുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന് ഇന്ന് അവർക്കൊരു അടയാളം കാണിക്കണമെന്ന് ഞാൻ അഭിഷിക്ത അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ വിശ്വാസം ആവേശപരമായ മുന്നേറ്റമായി മാറാനും എല്ലാതും അതിജീവിക്കാൻ ആവശ്യമായ ആത്മകരുത്ത് അവരുടെ ഹൃദയത്തിൽ വിളയാടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങളെ നിറയപ്പെടട്ടെ. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളും എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യേകത നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ തന്നെ ഉപേക്ഷ വിഷയമാകാം. ആ വിഷയം കർത്താവ് അഹ്റോൻ്റെ ഉണക്ക കമ്പുകൾ എങ്ങനെയാണോ പച്ച പിടിച്ച് വന്നത് അതുപോലെ നിങ്ങളുടെ പ്രത്യാശകൾ പൂരട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും വചനത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കുഞ്ഞുമക്കളെ ഓർത്തും പൊടിക്കുഞ്ഞുങ്ങളെ ഓർത്തും വ്യവരാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ, അവരുടെ രോഗങ്ങൾ, അവർ സംസാരിക്കാത്ത അവസ്ഥകൾ, അവർ കണ്ണു കാണാത്ത അവസ്ഥകൾ, കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ ദൂരങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളുമായിട്ട് മരുന്നും കൈയുമായിട്ട് നടക്കുന്ന ഒത്തിരി വേവലാതെ തങ്ങളുടെ ജീവിതം തന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങളുടെ സന്തോഷം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മക്കൾ ഓർത്ത് നൊമ്പരപ്പെടുന്ന മക്കളുണ്ട്. അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. എൻ്റെ കർത്താവേ, അവരെ എല്ലാവരും നീ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, നീ അവർക്ക് ദാനവും വാഗ്ദാനവുമായി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും കർത്താവേ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവിനായ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്തിനെക്കുറിച്ചാണോ, ആരെക്കുറിച്ചാണോ, ഏതിനെക്കുറിച്ചാണോ, എന്ത് വേവലാദ്യം മക്കൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ ദൈവക്കരുത്ത് നിങ്ങൾക്ക് അഭിഷേകമായി ലഭിക്കട്ടെ. നിങ്ങൾ ചാടി എഴുന്നേറ്റ് കർത്താവ് സ്വന്തം കാലം നിൽക്കുകയും നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. കർത്താവ് വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ, ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങളെ, ചിന്തകളെ, തീരുമാനങ്ങളെ, ചർച്ചകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന യാത്ര ചെയ്യുന്ന വഴികൾ, തിരിച്ചു വരുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, അതായത് ഇപ്പോഴ് കർത്താവിൻ്റെ സഭയുടെ വളർച്ചാക്കാലമാണിത്. ലത്തീൻ സഭകളിലെ പള്ളികളിലെല്ലാം അച്ഛന്മാർ പച്ച ഉടുപ്പിട്ട് കുർബാനയെല്ലാം കണ്ടിട്ടില്ലേ? അതെന്താ ഉദ്ദേശിക്കുന്നത്? ആഗമനകാലം കഴിഞ്ഞ് തിരുപ്പിറവിക്കാലം വന്നു, പ്രത്യക്ഷീണ തിരുനാളും കഴിഞ്ഞ് കർത്താവിന് ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് തിരുപ്പിറവിക്കാലം അവസാനിച്ചു. പിന്നീട് വന്നത് ആണ്ടുവട്ടത്തിലെ ഓർഡിനറി ദിവസങ്ങളാണ്. അതെല്ലാം സഭാ വളർച്ചക്കാലമാണ്. അപ്പം സഭ വളരുമ്പം നിങ്ങൾ ഇതുപോലെ ആത്മാവിൽ വളരണം. സഭ വളർച്ചയുടെ ഒരു സമയമാണ്. കർത്താവാണെങ്കിൽ തന്നെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞിട്ട് ഈശോ എന്താ പറയണത്? അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദാറ്റ് മീൻസ് റിപ്പന്റ് എന്നല്ല പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് 1:15 മർക്കോസ്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി. ടൈം ഈസ് ഫുൾഫിൽഡ്. സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതെന്താ സംഭവിച്ചാലേ, അതായത് ഇത്രയും നാള് ദൈവരാജ്യം എന്ന സംഭവം നമ്മളുടെ കൺവട്ടത്ത് പോലും ഇല്ല. ചൊവ്വാഗ്രഹവും നെപ്റ്റ്യൂൺ ഗ്രഹവും പ്ലൂട്ടോ ഗ്രഹം പോലും അങ്ങ് ദൈവരാജ്യം അനന്ത വിദൂരതയിലായിരുന്നു, കണ്ടുപിടിക്കത്തിലായിരുന്നു. ഇപ്പം മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? നൗ ഇറ്റ്സ് ടൈം ഈസ് ഫുൾഫിൽഡ്. ഇപ്പോൾ സമയം പൂർത്തിയായി, ദൈവരാജ്യം തൊടാവുന്ന അവസ്ഥയിലായെന്ന്. ദാറ്റ് മീൻസ് ഇതൊരു അവസരമാണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കണം. ഇതാണ് അവസരം. ഈ അവസരം കളയരുത്. എന്താണ് അവസരം കളയാതിരിക്കാനുള്ള? റിപ്പൻറ്റ് വെച്ചാൽ പശ്ചാത്തപിക്കണം. പശ്ചാത്തലം എപ്പോഴും നിങ്ങൾ പശ്ചാത്താപം കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപം എന്ന് പറയുന്നത് വായിക്കരുത്. പശ്ചാത്താപം പാപമല്ല, പാപത്തെക്കുറിച്ചുമല്ല പലപ്പോഴും പശ്ചാത്താപം വരണത്. ദൈവസ്നേഹം നിറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സങ്കടങ്ങളാണ്. എന്താണ്?
ഇത്രയും സ്നേഹിച്ച എൻ്റെ കർത്താവിനെ, ഇത്രയും സ്നേഹമായ കർത്താവിനെ ഞാൻ അറിയാൻ താമസിച്ചു പോയല്ലോ. അതാണ് ഞാൻ അതിനു വേണ്ടി, ആ വചനത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉപേക്ഷ എന്ന പാപം ഉണ്ടായല്ലോ എന്നാണ്. ഉപേക്ഷയാണ് ഏറ്റവും വലിയ പാവമേ. അപ്പം അതുകൊണ്ടാണ് പാപത്തെ പശ്ചാത്താപവും. അപ്പം നമുക്ക് എന്തായാലും പാപം എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ശരി, പശ്ചാത്താപം കൊണ്ട് ഇതെല്ലാം. ഇപ്പോൾ 1 യോഹന്നാൻ 1:7 പറയുന്നത് എന്താ പറയണത്? അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്ന പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? അതായത് നമ്മൾക്കിപ്പോൾ ഒരു ക്ഷതമുണ്ടായി. ചിലപ്പോൾ ശാരീരികമാകാം, ചിലപ്പോൾ മാനസികമാകാം. മാനസികമാണെങ്കിൽ ഹൃദയരക്തം ചിന്തും, ശാരീരികമാണെങ്കിൽ ശാരീരിക രക്തം ചിന്തും. പക്ഷേ when we take this blood in the name of Jesus, it will become the blood of Jesus. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങളെ when we take the name of Jesus, കർത്താവിൻ്റെ ക്ലേശങ്ങളുടെ പേരിലും അവനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് ഈശോൻ്റെ നാമത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ബ്ലഡ്, ഈ സഹനം നമ്മുടെ പാപത്തിന് പരിഹാരമാകും. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്നും മോചിക്കണം എന്ന് പറയുമ്പോഴേ കർത്താവിനെ കൂടി സഹിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അർത്ഥമാണ് 2 തിമോത്തി 2:11 നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവനോടുകൂടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അതാണ് സംഭവം. അപ്പോൾ ഓരോ സഹനവും, ആ സഹനം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ്. അത് യേശുക്രിസ്തു നാമത്തിലാണ്, അവനോട് കൂടെയാണെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം. പാപം എന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ പതറി ഇനിയിപ്പോൾ ചിലർ കുമ്പസാരിച്ചിട്ട് എന്തിനാ പിന്നെയും പാപം ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത് വിഡ്ഢിത്തരമാണ്. കാര്യം അറിയാമോ? അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ക്രിസ്തു പരിഹാരം ചെയ്തത് എന്തിലാണ്? ശരീരത്തിലല്ലേ, മനസ്സിലും. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങളും. ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവുന്ന പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാവും. അപ്പോൾ ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായൊരു ഹാർവസ്റ്റിംഗ് ടൈമാണ്. എന്താ കാര്യം അറിയാമോ? ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാക്കി കളയണം. എന്നിട്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം കാഴ്ചവെക്കണം. അപ്പോൾ എന്നാ പറ്റും? അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും. അപ്പോൾ വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം. ദ കിങ്ഡം ഓഫ് ഹാർട്ട്, അതായത് ഈശോ എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവേൻ. എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കണമാണ് ദൈവരാജ്യം എന്ന് പറയണത്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മളെ ഏറ്റെടുക്കും എല്ലാ മേഖലകളിലും. അപ്പോൾ ദൈവരാജ്യമായി. അപ്പം നീ ചെറുതായിട്ടൊന്ന് ദൈവസ്നേഹം തരുന്ന പശ്ചാത്തപിച്ചാൽ മതി. ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകണമെന്ന് ഈശോ പറഞ്ഞത്. ഭയങ്കര വർത്തമാനത്തിലാണ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സിമ്പിളായിട്ട് അത്രേ ഉള്ള കാര്യം. എന്താ കാര്യം? ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. നീ പശ്ചാത്തപിക്കുക. ദൈവരാജ്യം നിൻ്റെ വേൽത്തുമ്പിലാണ്, അറ്റത്താണ്, നിനക്ക് തൊടാവുന്ന രീതിയിലാണ്. അപ്പം ഇത്രയും അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല കാലം, വളർച്ചക്കാലമാണ്. അപ്പോൾ അത് നമ്മളുടെ നിലവിലുള്ള, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സന്തോഷത്തേക്കാൾ നല്ലത്, വില ഉള്ളത്, മൂല്യവത്തായിരിക്കുന്ന സങ്കടങ്ങളാണ്. വെൻ വി ടേക്ക് ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എടുക്കാനുള്ള വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയും ഉണ്ടായാൽ മതി. അതുകൊണ്ടാവണം. അതങ്ങനെ ഈ സഭാ വളർച്ചക്കാലല്ലേ ഇത്. ഇപ്പോൾ വളരണതും അങ്ങനെയാണ്. വിശ്വാസത്തിൽ വളരണം, പ്രത്യാശയിൽ വളരണം, ദൈവസ്നേഹത്തിൽ വളർന്ന് നമ്മുടെ ജീവിതത്തേക്ക് ഈടാക്കണം. ഓക്കെ, താങ്ക് യു.